നമസ്കാരം, ഞാൻ ബിന്ദുരാജ്. ലോക സംഗീത ദിനത്തിൽ കേരള മാപ്പിള കലാ അക്കാദമി മൂന്നിയൂർ ചാപ്റ്റർ ഈദ് ഇശലും മൈലാഞ്ചി മൊഞ്ച് പരിപാടിയും സംഘടിപ്പിച്ചു. മാസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീന ഹസീബ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിന് വല്ലാതെ ഒരു സുഖം കിട്ടുന്നത് ഇന്നത്തെ കാലം നമുക്കൊക്കെ അറിയാം. ഉറുപ്പിന്റെ അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ ഒരു അകൽച്ചയുടെ ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചേർത്ത് പിടിക്കലിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമായിട്ട് മാറാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാപ്പിള കലാ അക്കാദമി മാറുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഇത് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നോക്കി, അപ്പം ഇത് ബഹുദൂരം മുന്നിലെത്തി. ഒരു ചാപ്റ്റർ ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ കഴിയുമ്പോഴേക്ക് നിങ്ങൾ ബഹുദൂരം മുമ്പിലെത്തി. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗക്കാരെയും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റി. നമ്മുടെ പെട്രോൾ പമ്പിലെ പാട്ടുകാരി എന്ന് പറഞ്ഞിട്ട് വൈറലായ നമ്മുടെ ഗായികയൊക്കെ നിങ്ങളുടെ അംഗമായി മാറി. ജനപ്രതിനിധികളും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇതിലുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന്, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ ഈ ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്യുക. നമ്മളൊരു അന്യത ആയി പോകുക. നമ്മുടെ കുടുംബമാണ്, കലാ കുടുംബത്തിൽപ്പെട്ട ഒരാൾ. പ്രത്യേകിച്ച് ഇവിടെ എന്തായിരുന്നു വരെ ക്ലബിന്റെ പേര് മാസ്, സീനത്ത് മ്യൂസിക് ക്ലബുമായിട്ട് കുറച്ചു കാലമായിട്ട് നല്ല ബന്ധം. അവര് എന്തെങ്കിലും നടത്തുന്ന പരിപാടിയിലൊക്കെ നല്ല ഗായകരാ. അഷ്റഫ് അവിടെ ഇരിക്കുന്നുണ്ട്, ഷിഹാബ്, ഇവന്റെ പേര് അലീഷന്റെ അനിയന്റെ പേര് ഷാഫി, ഇവരൊക്കെ നന്നായി പാടുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും പാടും. സിദ്ദിഖ് ചോനാരി അധ്യക്ഷനായിരുന്നു. പരിപാടികളൊന്നും നമ്മൾ വേണ്ടാതെ വെച്ചതാണ്. എന്നാലും നമ്മളെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സരീനാസി ഇവിടെ എത്തിയത് കൊണ്ട് ഒരു ചെറിയ 5 മിനിറ്റിലുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. ഏതായാലും സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ മാത്രമല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കലകൾക്കും അതിൻ്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ മാപ്പിള കലാ അക്കാദമിയെ കുറിച്ച് ചെയ്തു തീർക്കേണ്ടതുണ്ട്. പല ചാരിറ്റി ആയിട്ടും മറ്റുള്ള ഒരുപാട് മേഖലയിൽ നമ്മുടെ പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കേണ്ടതാണ്. അതുകൊണ്ട് കുട്ടശ്ശേരിയും സെഫിയും സാജിദ ടീച്ചറും ഖദീജയും സുഹറയും 2 ഖദീജമാരും എല്ലാവരും, ഞാൻ അതോടൊപ്പം തന്നെ പാടി തകർക്കുന്ന രമണിയും ദീപയും ഒക്കെ എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും കേരള മാപ്പിള കലാ അക്കാദമിയുടെ അഭിമാനമായ ഒരു ചാപ്റ്ററായി നമ്മുടെ മൂന്നിയൂർ ചാപ്റ്റർ മാറുകയാണ്. 25ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികളും ഇന്നലെ മിനിയാന്നിപ്പോ റാസൽ കൈമയിൽ നടന്ന ഒരു പരിപാടി ചാപ്റ്ററിന്റെ 25ാം വാർഷികാഘോഷം. ഞാനും ആഗ്രഹിക്കുന്നത്, ഒരുപാട് ഡോക്ടർമാരുണ്ട് ഇവിടെ, രോഗികൾ കുറവാ, കുറച്ച് രോഗികളും വേണല്ലോ. എല്ലാവരും പാട്ടുകാരായി കഴിഞ്ഞാൽ കേൾക്കാൻ ആൾ വേണ്ടേ. അപ്പൊ അതിനുവേണ്ടി റെഡി ആയിട്ട് വന്നതാണ്. അപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മുടെ മെമ്പർ പറഞ്ഞ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കല എന്ന് പറയുന്നത് മനുഷ്യനെ അടുപ്പിക്കുന്നതാണ്, അകറ്റുന്നതല്ല. ഇന്നത്തെ കാലത്ത് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം നമുക്ക് കലയാണ്. ഇതാണ് ഏറ്റവും നല്ല സദസ്. ഞാൻ പാട്ടുകാരനല്ല. ഇവിടമണീശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം, ഇവിടമണീശ്വര. മൈലാഞ്ചി മത്സര വിജയികൾ ഷെരീഫ കുട്ടശ്ശേരി, ഖദീജ അസീസ്, സുഹറ കൊളപ്പുറം എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AK മുസ്തഫ സമ്മാനദാനം നടത്തി. സറീന ഹസീബ്, സാജിദ ടീച്ചർ എന്നിവർ വിധികർത്താക്കളായിരുന്നു. ചാപ്റ്റർ അംഗങ്ങൾ മികച്ച ഗാനവിരുന്ന് ഒരുക്കി. സിദ്ദിഖ് മാസ്റ്റർ അവതരിപ്പിച്ച മിമിക്രി പരിപാടിക്ക് മാറ്റുകൂട്ടി. മാളിയേക്കൽ ഹമീദ്, ഹസൻകുട്ടി ആജി, VP അഹമ്മദ് കുട്ടി, PPK ബാവ, സിദ്ദിഖ് മാസ്റ്റർ, കുട്ടശ്ശേരി ഷരീഫ, CP സുബൈദ, സാജിദ ടീച്ചർ, ദീപമോൾ, രമണി,
സഫിയ പറക്കടവ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂന്നിയൂർ.